ട്രിവാൻഡ്രം ലുലു മാളിൽ 50% 50-70% ഓഫറിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. ലാസ്റ്റത്തെ ദിവസം 7-ാം തീയതി വരെ ആണെങ്കിലും അവർ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 7-ാം തീയതി വരെ ഉണ്ടായിരുന്ന ഓഫേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പോഴും അവിടെ സുലഭമാണ്. ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും മാക്സിമം പ്രോഡക്ട്സുകളാണെങ്കിൽ അതിൻ്റെ ഓഫർ പ്രൈസും മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ഓഫർ പ്രൈസസ് ഉള്ളത് വന്നിട്ട് നമുക്ക് സ്റ്റേഷനറി ഐറ്റംസുകളുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാനും ടോയ്ലറ്റ് ബാത്റൂമൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതായത് സോപ്പ് ഐറ്റംസ്, ലോഷൻ ഐറ്റംസുകൾ, ചെരുപ്പ്, ചീപ്പ്, കണ്ണാടി, അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് ഓഫർ പ്രൈസസിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതാത് ഷോപ്പ്, അതായത് ലുലു കണക്ക് ലുലു സ്റ്റോഴ്സിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ മെയിനായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, മാക്സിമം ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ സ്റ്റേഷനറി ഐറ്റംസ് ആയാലും ശരി, ഫുഡ് ഐറ്റംസിലായാലും ശരി, സോപ്പ് ഐറ്റംസിലായാലും ശരി, അതിൻ്റെയൊക്കെ ഓഫറും അതിൻ്റെ MRP ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ മാക്സിമം ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് 2 വീഡിയോസുകൾ ചെയ്ത സമയത്തും പൊതുവെ ആൾക്കാരുടെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് വില കൂട്ടിയിട്ട് കുറച്ച് വിൽക്കുന്നു എന്നുള്ള ഒരു കംപ്ലൈൻറ്റും, അതോടൊപ്പം തന്നെ ഈ വിലയ്ക്ക് വെളിയിൽ നിന്നിട്ട് ഇതിൻ്റെ ഡബിളായിട്ട് വാങ്ങിക്കാൻ പറ്റും എന്നുള്ള രണ്ടാമത്തെ കംപ്ലൈൻറ്റും നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കംപ്ലൈൻറ്റ്സുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ്. മറ്റുള്ള ഒരു കംപ്ലയിൻറ്റ്സ് എന്ന് പറയുന്നത് പ്രൈസ് ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ ഹെവി ക്രൗഡ്സിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ആൾക്കാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പ്രൈസ് ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിഷ്വൽസാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 4 to 7 വരെ ആയിരുന്നു 50%, 50-70% വരെയുള്ള ഓഫേഴ്സുകൾ ലുലു മാൾ ട്രിവാൻഡ്രത്തിൽ ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ എത്ര ദിവസം ഉണ്ടായിരിക്കും എന്നുള്ളത് കറക്റ്റായിട്ട് ഇപ്പോഴും അവർ പറയുന്നില്ല, എങ്കിലും നമുക്ക് മാക്സിമം അത് യൂസ് ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് യാതൊരുവിധ പ്രൊമോഷനായിട്ടോ അങ്ങനെ ഒന്നും തന്നെയില്ല. കാരണം വെച്ചാൽ എനിക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോഷൻ ഐറ്റംസിലായാലും ശരി, ബാത്റൂം ലോഷൻ ഐറ്റംസിലായാലും ശരി, അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ MRP റേറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നു. അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഏതൊരു സംഭവമാണെങ്കിലും ശരി, അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കുക. ലുലു മാൾ പോലെയുള്ള ഒരു വലിയ ഒരു ബൃഹത് സംരംഭം നമ്മുടെ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ നമുക്ക് ചെറിയൊരു പാർക്കിംഗ് ഫീസ് കൊടുക്കുന്നു, പാർക്കിങ്ങിൻ്റെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും സർക്കാർ അവർക്ക് ചെറിയ രീതിയിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് സർക്കാരോ കോടതിയോ എങ്ങനെയെങ്കിലും അവർക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ അതിലോട്ട് കടക്കാതെ ചെറിയൊരു പാർക്കിംഗ് ഫീസ് നമ്മൾ കൊടുക്കുന്നു. പാർക്കിംഗ് ഫീസ് കൊടുത്തു കഴിഞ്ഞാലും അത് ആ ഒരു രീതിയിൽ അവർ നമ്മുടെ വാഹനങ്ങളെ കെയർ ചെയ്യുന്നു. അതിനുശേഷം നമുക്കാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ജസ്റ്റ് വാങ്ങിക്കുക. വാങ്ങിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ചെറുതായിട്ട് AC ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പൊതുവെ ആൾക്കാർ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി നമുക്കാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് നോക്കാം, അത് നിങ്ങൾക്കത് വെർത്താണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസുകൾ പല ആൾക്കാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസുകളൊന്നും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കോടതിയായാലും ശരി, ബഹുമാനപ്പെട്ട സർക്കാരായാലും ശരി, എന്ത് നിയമമാണോ പറയുന്നത് അത് നമ്മൾ അനുശാസിച്ച് നമ്മൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് വേണ്ടത് നല്ലൊരു പൗരൻ്റെ ധർമ്മവും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ, അതായത് നമ്മുടെ ലുലു മാളിലെ ഓഫേഴ്സിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേഴ്സ് ബ്ലോഗർ മിക്കു റോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ഫേസ്ബുക്ക് പേജും ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ മാക്സിമം നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലുലു മാളിൻ്റെ വീഡിയോസുകൾ കാണുന്നവർക്കായിട്ട് എൻ്റെ ഒരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്.
നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ കൊല്ലം യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വീഡിയോസുകൾ മാക്സിമം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയും കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം കാണുക, എന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതോടൊപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടിക്കുറ പൗഡർ കേട്ടോ, ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം കൊള്ളായിരുന്നു. അതുകൂടാതെ തന്നെ സ്കൈ ബാഗ്സിൻ്റെ ഓഫറും അത്യാവശ്യം ജെന്യുവിൻ ഓഫർ തന്നെയാണ്. അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. സ്കൈ ബാഗും ഞാനൊന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നസറിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബാഗും അതോടൊപ്പം തന്നെ നമ്മുടെ റയാന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫുട്ബോളും കൂടെ വാങ്ങിച്ചിട്ട് 290 സംതിങ് എന്താണ്. അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം നിൽക്കുന്ന ആ ചേച്ചിയുടെ അടുത്ത് നമ്മൾ ബില്ലിംഗ് എല്ലാം ചെയ്തിട്ട് നേരെ വെളിയിലോട്ട് ഇറങ്ങി വന്നു. 1000 സംതിങ് ആയിട്ടുണ്ട്. ബാഗ് ആസ് യൂഷ്വൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ട്രോളി ബാഗ് അല്ലെങ്കിൽ ഈ ട്രോളിയാണെങ്കിൽ ജസ്റ്റ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ വെളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ബൈ ബൈ.